45 വർഷം ഭരിച്ച CPM തിരുവനന്തപുരം നഗരം നശിപ്പിച്ചുവെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ BJP പ്രകടന പത്രികയും വികസന രേഖയും പ്രകാശനം ചെയ്തു. 45 വർഷത്തെ ഭരണം കൊണ്ട് CPM തിരുവനന്തപുരം നഗരം നശിപ്പിച്ചെന്നും നഗരം വീണ്ടെടുക്കാൻ അധികാരം ലഭിച്ചാൽ 45 ദിവസത്തിനകം വികസന രേഖ അവതരിപ്പിക്കുമെന്നും BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ BJP തിരുവനന്തപുരം നഗരസഭാ തെരഞ്ഞെടുപ്പിലെ പ്രകടന പത്രികയും വികസന രേഖയും പ്രകാശനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു BJP അധ്യക്ഷൻ. വികസിത തിരുവനന്തപുരവും അഴിമതിരഹിത ഭരണവുമാണ് BJP വാഗ്ദാനം ചെയ്യുന്നത്. ജനാധിപത്യ സംവിധാനത്തിൽ സാധാരണ പൗരന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണേണ്ടത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ്. അവയിലേക്കുള്ള തെരഞ്ഞെടുപ്പിനെ വളരെ പ്രാധാന്യത്തോടെ കാണണമെന്നും രാജീവ് ചന്ദ്രശേഖർ ചൂണ്ടിക്കാട്ടി. 45 വർഷം തുടർച്ചയായി നഗരം ഭരിച്ച CPM നഗരത്തിന് ഒന്നും നൽകിയിട്ടില്ല. നഗരം ഭരിക്കാൻ 9 പ്രാവശ്യം നഗരവാസികൾ അവസരം നൽകി CPM അത് അഴിമതി നടത്തി കൊള്ളയടിക്കാനുള്ള അവസരമാക്കി മാറ്റിയെന്നും രാജീവ് ചന്ദ്രശേഖർ ആരോപിച്ചു. പാലക്കാട് CPMന് എല്ലാം കൈവിടുന്ന ലക്ഷണമാണ്. വിമതരുടെ ശല്യമാണ് ഇടതുമുന്നണിയുടെ പ്രധാന തലവേദന. LDFിനുള്ളിലാണെങ്കിൽ സർവത്ര കുഴപ്പം. CPMും CPIയും നേർക്കുനേർ. ഇങ്ങനെ പോയാൽ രാഹുൽ വിഷയമടക്കം ഉയർത്തിയിട്ടും പാലക്കാട് CPMന് 8ന്റെ പണി കിട്ടുന്ന ലക്ഷണമാണ്. വിമതരുടെ തലവേദന ഇത്തവണ ഇടതുപക്ഷത്തിനാണ് കൂടുതൽ. മുൻ MLAയും CPM നേതാവുമായ PK ശശിയെ അനുകൂലിക്കുന്നവർ മണ്ണാർക്കാട് നഗരസഭയിലും സമീപ പഞ്ചായത്തുകളിലും മത്സരിക്കുന്നു. കൊടിഞ്ഞാമ്പാറയിലെ CPM വിമതർ കോൺഗ്രസിനൊപ്പം ചേർന്നാണ് മത്സരം. 50ലേറെ സീറ്റുകളിൽ ജില്ലയിൽ CPM വിമതരുണ്ട്. CPMും CPIയും ചിലയിടത്ത് മത്സരിക്കുന്നു. കോൺഗ്രസിനും ലീഗിനും ചിലയിടത്തെങ്കിലും വിമതർ തലവേദനയാണ്. തങ്ങളുടെ ശക്തി കേന്ദ്രമെന്ന് അവകാശപ്പെടുന്ന ജില്ലയിൽ പല സീറ്റുകളിലും BJP സ്ഥാനാർത്ഥിയെ നിർത്താനായിട്ടില്ല. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നിലുള്ള സന്നാഹ മത്സരമായാണ് ഇടതുപക്ഷം തദ്ദേശ തെരഞ്ഞെടുപ്പിനെ കാണുന്നത്. പക്ഷേ നെല്ല് സംഭരണത്തിലെ പാളിച്ചകൾ ഉൾപ്പെടെ അവർക്ക് തിരിച്ചടിയാണ്. പാലക്കാട് നഗരസഭയിൽ BJPയുടെ ഭരണം അവസാനിക്കുകയും മറ്റിടങ്ങളിൽ സ്ഥിതി മെച്ചപ്പെടുത്തുകയും ചെയ്യുകയാണ് UDFന്റെ ലക്ഷ്യം. എന്നാൽ രാഹുൽ മങ്കൂട്ടത്തിൽ MLAക്കെതിരായ ലൈംഗികാരോപണവും അതുമായി ബന്ധപ്പെട്ട തർക്കങ്ങളും കോൺഗ്രസിനെ എങ്ങനെ ബാധിക്കുമെന്നുള്ളത് കണ്ടറിയണം. BJPയിൽ മുൻ നഗരസഭാ അധ്യക്ഷ രാഷ്ട്രീയം തന്നെ മതിയാക്കിയതും നിലവിലെ നഗരസഭാധ്യക്ഷ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാതെ മാറി നിൽക്കുന്നതും പാർട്ടിയിലെ വലിയ വിഭാഗീയതയുടെ പ്രത്യക്ഷ ഉദാഹരണമാണ്. തദ്ദേശ രാഷ്ട്രീയത്തിൽ ഇടതുപക്ഷത്തിന്റെ വലിയ മേൽക്കൈ മറികടക്കുക